അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാന റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി, അത് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. നീ കാണിച്ചു തന്ന ആ ഏറ്റവും ശരിയായ വഴിയിൽ ഞങ്ങൾക്ക് നിലകൊള്ളുവാൻ ആവശ്യമായ കരുത്ത് നൽകി, കഴിവ് നൽകി ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ട് ഈ സംവിധാനം ഒരുക്കുന്നതിൽ സാമ്പത്തികമായും ശാരീരികമായും വൈജ്ഞാനികമായും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, സാങ്കേതികമായും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ റബ്ബേ. വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി
ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാ. സൂറത്ത് ത്വാഹ 123 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ചർച്ച ചെയ്തത്. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ ഇൻഷാ അല്ലാ ഈ ഒരു സൂറത്ത് പരിസമാപ്തി ആവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു നൽകിയത് മനുഷ്യർക്കൊക്കെ സൂക്ഷ്മതാബോധമുണ്ടാവുക, തഖ്വാബോധമുണ്ടാവുക, അതോടൊപ്പം തന്നെ ഉത്ബുദ്ധരാവുക, ദിക്റുള്ളവരാവുക, ഓർമ്മയുള്ളവരാവുക, അതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ നൽകിയത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ നൽകിയ ഈ ഗ്രന്ഥം വിശുദ്ധരാകാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി അള്ളാഹു നൽകിയ ഈ ഗ്രന്ഥം ഫോളോ ചെയ്യുന്നതിൽ നിന്ന്, അതിനെ ശരിയായ രൂപത്തിൽ യഥാവിധം പിൻപറ്റുന്നതിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി അവൻ്റെ ഒരു ശത്രു സജീവമായിട്ട് രംഗത്തുണ്ടാവും. എന്നിട്ട് ആ ശത്രു ആദ്യമായിട്ട് നടത്തിയ അവൻ്റെ പരിശ്രമം ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹു വിലക്കിയ കാര്യം, അദ്ദേഹത്തോട് ഇയാൾ പ്രലോഭനത്തിലൂടെ ചെയ്യിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണ്, കരുതിയിരിക്കണം. നിരന്തരമായി നാനാഭാഗത്തുകൂടെ ഈ ശത്രു നമ്മെ വട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ദുനിയാവിൻ്റെ മനോഹാരിതയും ഈ അലങ്കൃതമായ, വളരെയധികം മനോഹരമായ, ആലങ്കാരികമായ ഈ ഒരു ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് മനോഹരമാക്കി തന്നുകൊണ്ടിരിക്കുന്ന പിശാച്, അതിലകപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ട്. ആ സാധ്യതകളിൽ നിന്ന് നമ്മൾ കരുതിയിരിക്കണം, പിശാചിന് പിൻപറ്റരുത് എന്നുള്ള ഒരു താക്കീതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുകളിൽ നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചറബിൻ്റെ കൽപ്പനകൾ വിസ്മരിക്കുകയും അങ്ങനെ ചെകുത്താൻ്റെ ഈ പ്രേരണയ്ക്ക് വിധേയനായിട്ട് ആ പഴം തിന്നുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു, ഖാലഹ്ബിത്വാ മിൻഹാ ജമീഅൻ ബഅലുകും ലിബഅലിൻ അദുവ്വ് ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന്, ജന്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ബഅലുകും ലിബഅലിൻ അദുവ്വ്, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് സന്മാർഗം കിട്ടുമ്പോൾ, യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ, ആ ഹുദ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴികേടിലാവുകയില്ല, ദൗർഭാഗ്യവാന്മാരാവുകയില്ല, ദുരിതത്തിലകപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇനി 124 മുതൽക്കുള്ള ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചത് ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ അടുത്തുള്ള ഹുദ, ഹിദായത്ത്, മാർഗദർശനം, സത്യസന്ദേശം നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ അത് നിങ്ങൾ പിൻപറ്റിയാൽ, ആരാണോ പിൻപറ്റുന്നത്, ഫമനിത്തബഅ ഹുദായ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ, അയാൾ തെറ്റിപ്പോവില്ല, വഴികേടിലാവുകയില്ല, ദൗർഭാഗ്യവാനാവുകയില്ല, എന്നുവെച്ചാൽ ജീവിതത്തിൻ്റെ ദുരിതക്കയത്തിൽ അകപ്പെടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണേ, എന്നാൽ വമൻ അഅറള അൻ ദിക്രി, അഅറള എന്ന് പറഞ്ഞാൽ അവഗണിക്കുക. വമൻ അഅറള അൻ ദിക്രി, അൻ ദിക്രി, ദിക്ർ ഉത്ബോധനത്തിന് പറയും, സ്മരണക്കൊക്കെ പറയും. അൻ ദിക്രി,
എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരാണോ അവഗണിക്കുന്നത്, പിന്മാറുന്നത്, എൻ്റെ ഉത്ബോധനത്തെ ആരാണോ അവഗണിക്കുന്നത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അപ്പോൾ ഫഇന്ന ലഹു നിശ്ചയമായിട്ടും അവനുണ്ട് എന്ത്, മഈശ ഒരു ജീവിതം. എങ്ങനെയുള്ള ജീവിത, ലങ്ക ഇടുങ്ങിയ കുടുസായ ഒരു ജീവിതമാണ് അവനുണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമ, വനഹ്ശുറുഹു, നഹ്ശുറു ഹശറ യഹ്ശുറു ഒരുമിച്ച് കൂട്ടുക, നമ്മൾ മഹ്ശർ എന്ന് പറയുന്നുണ്ടല്ലോ. വനഹ്ശുറുഹു നാം അവനെ ഒരുമിച്ച് കൂട്ടും, യൗമൽ ഖിയാമ അന്ത്യനാളിൽ, അഅ്മ അന്ധനായിട്ട്, അഅ്മ ഉമ്യ അന്ധർ നേരത്തെ നമ്മൾ വന്ന വാക്കാണ്, അഅ്മ അന്ധനായിട്ട് നാം അവനെ ഒരുമിച്ച് കൂട്ടും. എന്താ പറഞ്ഞു നോക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ ആയത്തിൽ. വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ദിക്റിൽ നിന്ന്, വേണമെങ്കിൽ എൻ്റെ സ്മരണയിൽ നിന്ന് നോക്കാം. എൻ്റെ സ്മരണ ഇല്ലാതെ അതിൽ നിന്ന് വിമുഖനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഉത്ബോധനത്തെ അവഗണിച്ചാൽ, ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അങ്ങനെ അവഗണിച്ച ആൾക്ക് ഉണ്ടാവുക മഈശതൻ ലങ്ക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വളരെ കുടുസായ ഒരു ജീവിതമായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, ആദ്യം പറഞ്ഞത് ഈ ദുനിയാവിലെ ജീവിതമാണ് മഈശതൻ ലങ്ക എന്ന് പറഞ്ഞാൽ. അതിന് തുടർച്ചയായിട്ട് പറയാണ് നഹ്ശുറുഹു, അത് മാത്രമല്ല മരണാനന്തരം ഇവനെ നാം ഒരുമിച്ച് കൂട്ടും, യൗമൽ ഖിയാമ അന്ത്യനാളിൽ, അഅ്മ അന്ധനായിട്ട്. എന്താ പറഞ്ഞത് നോക്ക്, അള്ളാഹുവിൻ്റെ ദിക്ർ, അതാണ് തൊട്ട് മുന്നേ പറഞ്ഞത്, ഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ, എൻ്റെ അടുത്തു നിന്നുള്ള സന്മാർഗം നിങ്ങളുടെ അടുത്ത് എത്തിയാൽ അതിനെ അവഗണിക്കരുത്, അതിനെ പിന്തുണക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നേരത്തെ വേറെ സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്, ഭയപ്പെടാനുണ്ടാവുകയില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ഇവിടെ പറഞ്ഞത് ലാ യളില്ലു വലാ യഷ്ഖാ. പക്ഷേ ഇതിനെ അവഗണിച്ചാൽ, വിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന് മുമ്പിലുണ്ട്. പടച്ചറബ് ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി തന്ന, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഖുർആൻ തന്നത്, എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലതും മിർ റബ്ബിക്കും, മൊത്തം മനുഷ്യരെ വിളിച്ച് പറയാ, ഹേ മനുഷ്യരെ, ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, മൗഇലതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു മൗഇല, സതുപദേശം, വശിഫാഉൻ വറഹ്മത്തുൻ എന്നൊക്കെ അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത് ശമനമാണ്, കാരുണ്യമാണ്. ഇത് കിട്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലെത്തിയിട്ട് അതിനെ വേണ്ട വിധം പരിഗണിക്കാതിരുന്നാൽ, അവഗണിച്ച് തള്ളിയാൽ, എന്താ ഖുർആനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ? ഖുർആൻ്റെ ആയത്തുകൾ ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ മനോഹരമായിട്ട് കാലിഗ്രാഫിക് എഴുതിയിട്ട് സ്വർണ്ണ ലിപി കൊണ്ടൊക്കെ എഴുതിയിട്ട് വീടുകളിൽ തൂക്കിയിട്ടുണ്ടാവും. ആ പരിഗണന അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ വിശുദ്ധ ഖുർആൻ ഏറ്റവും നന്നായിട്ട് മനോഹരമായിട്ട് പ്രിൻ്റ് ചെയ്ത് വളരെ വില കൂടിയ കടലാസിൽ അച്ചടിച്ച് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൻ അഅറള അൻ ദിക്രി, എൻ്റെ ദിക്റിനെ അവഗണിച്ചാൽ എന്ന് പറഞ്ഞാൽ, പടച്ച ഈ ഖുർആൻ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ദിക്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക ദിക്ർ, അല്ലേ? ഇന്നാ നഹ്നു നസ്സൽനാ എന്ന് അള്ളാഹു പറയുന്നത് ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ മറ്റൊരു പേര് കൂടിയാണ്. എപ്പോഴാ ഖുർആൻ ദിക്റായി മാറുക? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതാണത്. സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ശരിക്കുള്ള ബോധമുണ്ടാക്കുന്നതാണ് ഖുർആനിലെ ആയത്തുകൾ. ആ രൂപത്തിലുള്ള ആയത്തുകളെ അവഗണിച്ച് തള്ളിയാൽ, വമൻ അഅറള അൻ ദിക്രി, ഈ ഖുർആനിനെ, എൻ്റെ ഉത്ബോധനത്തെ ആരാണോ അവഗണിക്കുന്നത് അവർക്കുണ്ടാവുക ഫഇന്ന ലഹു മഈശതൻ ലങ്ക, ഇടുങ്ങിയ വളരെ കുടുസായ ഒരു ജീവിതമാണ്. ഈ ദുനിയാവിൽ കിട്ടുന്നതാ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇത് പറഞ്ഞാൽ, ഈ ഒരു ആയത്ത് വെച്ച് നോക്കൂ നിങ്ങൾ, ഖുർആനെ അവഗണിച്ച് തള്ളുന്ന എത്ര ആൾക്കാർ ഈ ദുനിയാവിലുണ്ട് എന്നല്ല, ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണല്ലോ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്, വളരെ ന്യൂനപക്ഷമായ കുറച്ച് ആളുകൾ മാത്രമാണ്
ഖുർആനെ ശരിക്ക് അംഗീകരിച്ച് ജീവിക്കുന്നത്. ബഹുഭൂരിഭാഗം ആളുകളും ഖുർആനെ അവഗണിക്കുന്നവരാണ്. അല്ലാഹു പറയാണ്, അങ്ങനെ ഖുർആനെ അവഗണിച്ചാൽ അവർക്കുണ്ടാവുക മഈശത്തൻ ലങ്ക, കുടുസായ ജീവിതമാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ നല്ല സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. സമ്പത്തുണ്ടോയെന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട്. ഒരുപക്ഷെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ വല്ലാത്ത ഭൗതികമായ സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. അധികാരമെല്ലാം അവരുടെ കയ്യിലാണ് ഉള്ളത്, എല്ലാ അധികാരങ്ങളും. മാത്രമല്ല സ്ഥാനമാനങ്ങളും എല്ലാ പദവികളും അവരാണ് കൈയാളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ ഈ ലങ്ക്? മഈശത്തൻ ലങ്ക്, ഇടുങ്ങിയ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നാ? അതാണ് മനസ്സിനുള്ള സമാധാനം എന്ന് പറയുന്നത്. സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല, സ്ഥാനമാനങ്ങളും അധികാര പദവിയുമൊക്കെ ലഭിക്കുക എന്നുള്ളതല്ല. ആ മനുഷ്യർക്ക് സമാധാനമുണ്ടാവുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എല്ലാ ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിലുമൊക്കെ തന്നെ അതിനെ വളരെ ആരോഗ്യകരമായ രൂപത്തിൽ സമീപിക്കുവാൻ കഴിയുക, ഇതവർക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ നമ്മോട് പറയുന്നത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ, ആളുകൾക്ക് ശമനം നൽകുന്ന ഖുർആൻ, അതിലെ ആയത്തുകൾ ആളുകൾക്ക് നുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ആളുകളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് ഖുർആൻ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എന്താ അത്? ഖുർആൻ ശാന്തിയും സമാധാനവും ഒക്കെ ആയി മാറുന്നത് എപ്പോഴാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ പാരായണത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഈ ലങ്കിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഷറഹാണ്, വിശാലത കിട്ടലാണ്. മനസ്സ് വിശാലമാവുക, പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാവുക. എന്ത് തരത്തിൽപ്പെട്ട വലിയ അബദ്ധങ്ങൾ, വലിയ ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, വമ്പിച്ച തകർച്ചകളൊക്കെ നേരിടട്ടെ, ഇയാൾ തകരൂല, മനസ്സ് തകരൂല. ചില ആളുകൾ അത്ഭുതപ്പെടും അവരെ കണ്ടിട്ട്. ഇത്ര വലിയൊരു ദുരന്തമായിട്ട് മൂപ്പര് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, സമ്മതിക്കണം എന്ന്. അയാളെ പിടിച്ചു നിർത്തുന്ന കാര്യം എന്താണെന്നറിയുങ്ങൾ? ഈ ദുനിയാവിൽപ്പെട്ട ഒരു മാജിക്കുമല്ല. വിശ്വാസിയായ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ്. കാരുണ്യവാനായ റബ്ബ് ഓരോ സന്ദർഭത്തിലും ഈ ആയത്തുകൾ നമ്മോട് പറയുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പലതരത്തിൽപ്പെട്ട പരീക്ഷണങ്ങൾ നേരിടും. അല്ലാഹു പറയാം, ചിലപ്പോൾ നിങ്ങൾക്കേറെ പ്രിയങ്കരമായ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടുക. തൊട്ട് മുന്ന് കഴിഞ്ഞ നമ്മുടെ ദുരന്തമല്ലേ വയനാട്ടിലെ ദുരന്തം. അവിടെ ഉറങ്ങാതെ ചിലപ്പോൾ വേറെ സ്ഥലത്ത് പ്രവാസിയായി കഴിഞ്ഞ ആൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരുമില്ല, ഒക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ വേറെ സ്ഥലത്ത് പോയി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ആരുമില്ല ഇവിടെ. ഇവർക്ക് എങ്ങനെ കരുത്ത് കിട്ടുക ജീവിതത്തിലേക്ക്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വലിയ പ്രതീക്ഷകളോടുകൂടെ തുടങ്ങിയ പലതരത്തിൽപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ തകർന്നടിഞ്ഞു പോവാറുണ്ട്. വലിയ മുതലിറക്കി നടത്തിയ കാർഷിക വൃത്തി ഒരുപക്ഷെ തകർച്ചയിലേക്ക് സംഭവിക്കാം. വലിയ ഭയത്തിൻ്റെ അന്തരീക്ഷം കടന്നു വന്നേക്കാം, പല രൂപത്തിലുണ്ടാവാം. ആ സന്ദർഭത്തിലൊക്കെ അള്ളാഹു പറയാണ്, അത് പരീക്ഷണമാണോ? കരുത്തു കൊടുക്ക്. നോക്ക്, പുറത്തുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല എങ്ങനെയാണ് അയാളെ ആശ്വസിപ്പിക്കാന്ന് ബേജാറോ അവർ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചറബ് ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു പറയാ, ബശ്ശിരിസ് സ്വാബിരീൻ, അവർക്ക് നല്ല സന്തോഷ വാർത്ത കൊടുക്ക്. കുട്ടികൾ മരിച്ച ആൾക്ക് സന്തോഷ വാർത്തയെ, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരിങ്ങനെയാ പറയാ, അവർക്ക് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും അവർ പറയും, എന്ത്? ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്,
ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് തന്നെയാണ് മടങ്ങാനുള്ളത്. ഇപ്പം അവർ നേരത്തെ പോയി, അത്രയേ ഉള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് സമാശ്വസിക്കുന്ന, സ്വബറാക്കുന്ന, ക്ഷമിക്കുന്ന, സഹിക്കുന്ന ആളുകളാണിവർ. അവർക്ക് സന്തോഷവാർത്ത നൽകുക എന്ന് അള്ളാഹു പറയുന്നു. പടച്ചറബ് എന്നെ സന്തോഷിപ്പിക്കുകയാണ്, എന്നെ പരീക്ഷിക്കുകയാണ്. ഈ ബോധമുള്ള ആൾക്ക് സമാധാനിക്കാൻ കഴിയും. കാരുണ്യവാനായ റബ്ബ് പല സ്ഥലങ്ങളിൽ ഖുർആൻ്റെ ഈ ആശ്വാസം നമുക്ക് ചില്ലറൊന്നുമല്ല, ഖുർആൻ നൽകുന്ന മനസ്സമാധാനം നമ്മളൊക്കെ പാരായണം ചെയ്യാറില്ലേ? അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇത്ര കരുത്ത് പകരുന്ന, ഇത്ര ആത്മവിശ്വാസം നൽകുന്ന, പ്രചോദനം നൽകുന്ന വേറൊരു ആയത്തില്ല, വേറൊരു വാക്യം ലോകത്തില്ല, വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തല്ല. അതെന്താ പറയുന്നത് അറിയോ? ഇത് പ്രവാചകനെയാണ് നേർക്കുനേരെ ആശ്വസിപ്പിക്കുന്നത്. കാരുണ്യവാനായ പ്രവാചകൻ അതിശക്തമായ രൂപത്തിൽ ശത്രുക്കളുടെ അടുത്തുനിന്ന് പീഡനങ്ങളും പരിഹാസങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അദ്ദേഹത്തെ പിന്തുണക്കാനുള്ളൂ. ആ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പടച്ചറബ് പറയാണ്, അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക്. നിനക്ക് നാം ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേ? ശറഹ് സദ്ർ, ലങ്കല്ല, ഇടുക്കമല്ല, വിശാലമായൊരു ഹൃദയത്തെ തന്നില്ലേ? വലിയൊരു സംഗതിയാണ്. കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളൊരു മനസ്സ്. പലതരത്തിൽപ്പെട്ട എതിർപ്പുകളുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ ആളെ നിങ്ങളുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളെ കളിയാക്കാൻ, നിങ്ങളെ ചുറ്റുഭാഗത്തൊന്നും പല രൂപത്തിൽ ഇകഴ്ത്താൻ വേണ്ടി ശ്രമങ്ങൾ നടക്കും. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക്. നിന്റെ മുതുകിനെ ധരിച്ചുകൊണ്ടിരുന്ന ഭാരം ഞാൻ ഇറക്കി വച്ചില്ലേ? ഏതാണത്? ഈ സമൂഹത്തിൻ്റെ ദുർമാർഗമാകുന്ന ആ വലിയ പ്രയാസമാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏറ്റവും അധികം അലട്ടിയിരുന്നത് വൃത്തികെട്ട ഈ സമൂഹത്തിൽ നിന്ന് എങ്ങനെ ഈ സമൂഹത്തെ ഈ വൃത്തികേടുകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് അള്ളാഹു കൊടുത്തു, വിശുദ്ധ ഖുർആൻ കൊടുത്തു, ഉത്ബോധനം കൊടുത്തു, വഹയി നൽകിക്കൊണ്ട് പ്രവാചകനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. താങ്കളുടെ ഖ്യാതി നാം ഉയർത്തി. മാത്രമല്ല ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായിട്ടും ഉസ്റിൻ്റെ കൂടെ യുസ്റുണ്ട്. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമല്ലോ ഉസ്റും യുസ്റും. നമ്മൾ വിചാരിക്കും ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെയൊന്നുമില്ല, ഒറ്റ അക്ഷരേ മാറുന്നുള്ളൂ. ഉസ്ർ, അതിൻ്റെ കൂടെ യുസ്റുണ്ട്. മഅൽ ഉസ്രി, ശേഷമൊന്നും അല്ല പറയുന്നത്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്റിൻ്റെ കൂടെ, ദുരിതത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്, ആശ്വാസമുണ്ട്. പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട്. ഉസ്രി യുസ്റാ. ആവർത്തിച്ച് പറഞ്ഞു വീണ്ടും, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇത്ര വലിയ ആത്മവിശ്വാസം നൽകുന്നത് ആരാ വേറെ? പടച്ചറബ് നൽകുന്ന ഈ ആയത്തുകൾ ഓതുമ്പോൾ നോക്കുക, എന്ത് ജാതി പ്രയാസത്തിലകപ്പെട്ട മനുഷ്യർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ആയത്തുകളാണ്. വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിറ്റാണ്, ഒരു പോം വഴി നമ്മൾ പറയുമല്ലോ. ആരാണോ പടച്ചറബിനെ വഴിപ്പെടുന്നത്, പടച്ചറബിന് സൂക്ഷ്മതയുള്ളവനായിട്ട് വർത്തിക്കുന്നത്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവൻ കുടുങ്ങൂല. അവന് എപ്പോഴും ഒരു എക്സിറ്റ് ഉണ്ടാവും, കുടുങ്ങിപ്പോവില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അതുപോലെ അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പടച്ചോൻ പറയാ, ഇവൻ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന്, വിചാരിക്കാത്ത കോലത്തിൽ പടച്ചറബ് അവനെ ഊട്ടും. യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് നൽകിക്കൊണ്ടിരിക്കും, ഏകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എത്ര ആയത്തുകളാണ്. ഈ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വിശാലമായ ലോകം ഉണ്ടാവുക. അതെന്താ വിശാലത എന്ന് നിങ്ങൾ വിചാരിച്ച് കുറേ പൈസ ഉണ്ടാവില്ല? അല്ല. വലിയ അധികാര പദവികൾ ഉണ്ടാവലാണോ? അല്ല. സ്ഥാനമാനങ്ങളാണോ? അതല്ല. പക്ഷേ എത്ര ചെറിയ കുടിലിൽ താമസിക്കട്ടെ ഈ മനുഷ്യൻ, അയാളുടെ ഉറക്കമുണ്ടല്ലോ,
വല്ലാത്ത നിർവൃതിയാണ്, ഒരു അസമാധാനവുമില്ല, ഒരു പ്രശ്നവുമില്ല, മൂപ്പര് സുന്ദരമായിട്ട് ഉറങ്ങും. അതേസമയത്ത് കൊട്ടാര സമാനമായ എത്ര തട്ടുകളാണെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള തട്ടുകൾ അങ്ങനെ ഉണ്ടാക്കിയ, കൊട്ടാര സമാനമായ ഭവനങ്ങൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാരെ ആളുകളുണ്ടല്ലോ, അവർക്കൊരു പക്ഷേ ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിക്കണമെന്നില്ല. അള്ളാഹു പറയാണ്, ഇന്ന വമൻ അഅറള അൻ ദിക്രി വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ദിക്റിൽ നിന്ന്, ഉത്ബോധനത്തെ ആരാണോ അവഗണിക്കുന്നത്, ഫഇന്ന ലഹു മഈശതൻ ലങ്ക, അവന് സമ്പത്തുണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല, അവന് സ്ഥാനമാനങ്ങൾ കൊണ്ട് കാര്യമില്ല, അവൻ്റെ ജീവിതം കുടുസായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, മാത്രം അത് ഈ ദുനിയാവിലത്തേതാണ് പറഞ്ഞത്, നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. ഇത് ഖുർആൻ വേറെ കോലത്തിൽ പറയുന്നുണ്ട്. മൻ അമില മിൻകും മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. നിങ്ങളുടെ കൂട്ടത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് ആരാണോ, ഫലനുഹയ്യന്നഹു, അയാൾക്ക് അവൾക്ക് അവന് നാം ജീവിപ്പിക്കും. എങ്ങനെ? ഹയാതൻ ത്വയ്യിബ, വളരെ നല്ല ഒരു ജീവിതം, ഒരു പ്രയാസമില്ലാത്ത ജീവിതം കൊടുക്കുന്ന. പ്രയാസമില്ലാത്ത എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. രോഗമൊക്കെ വരും, പക്ഷേ രോഗം വന്നാൽ ഈ മനുഷ്യനറിയാം ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്, അത് അള്ളാഹു എനിക്ക് മാറ്റിത്തരും. എനിക്ക് രോഗം വൈദാ മരിൽ തുഫഹുവ യശ്ഫീൻ, പട്ടിണി ഉണ്ടാവും, അവനാണ് യുത്ഇമുനി വയുസ്കീൻ യസ്കീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, എന്നെ കുടിപ്പിക്കുന്നു, അവനാണെന്നുള്ള ബോധം ഉണ്ടാവും. അതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല, മാനസികമായ പ്രയാസം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. ആ ഐശ്വര്യം കൊടുക്കും അള്ളാഹു അവനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്. ആ ദിക്റിൽ നിന്ന് വിമുഖത കാണിച്ചാൽ, അവഗണിച്ച് തള്ളിയാൽ അയാൾക്കുണ്ടാവുക മഈശതൻ ലങ്ക, കുടുസായ ജീവിതമാണ് ഈ ദുനിയാവിൽ. എന്നിട്ടോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ത്യനാളിൽ നാം അവനെ ഒരുമിച്ച് കൂട്ടും, അഅമ, അന്ധനായിട്ട്. അപ്പോൾ അവൻ ചോദിക്കുക കേട്ടോ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുന്തു ബസീറാ. അന്ത്യനാളിലെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, റബ്ബി ലിമ ഹശർതനി അഅമ, എൻ്റെ റബ്ബേ എന്തിനാ നീ ഇങ്ങനെ എന്നെ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടിയത്? ലിമ ഹശർതനി, നീ എന്നെ എന്തിനാണ് ഒരുമിച്ച് കൂട്ടിയത്? അഅമ, അന്ധനായിട്ട്. വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിൽ. ഈ ചോദ്യത്തിന് ആലങ്കാരികമായ അർത്ഥം പറയുന്നുണ്ട്, അങ്ങനെ തന്നെ അർത്ഥം പറയുന്നത്, അക്ഷരാർത്ഥം പറയാം. അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ ഇതാ പരലോകത്ത് ഇവരൊക്കെ ഈ ദുനിയാവിൽ ഖുർആനെ അവഗണിച്ച് പടച്ചറബിൻ്റെ നിർദ്ദേശങ്ങളെ വിലവെക്കാതെ വകവെക്കാതെ ജീവിച്ച ആളുകളുണ്ടല്ലോ, അവരൊക്കെ അന്ത്യനാളിൽ അന്ധരായിട്ടാണ് കൊണ്ടുവരപ്പെടുക, മഹ്ശറിൽ ഒരുമിച്ച് ചേർക്കപ്പെടുക. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താണ് റബ്ബേ എന്നെ ഇങ്ങനെ അന്ധനാക്കിയത്? എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ, എൻ്റെ കാഴ്ചയൊക്കെ നീ എന്താ എടുത്തു കളഞ്ഞത് എന്ന് അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി നോക്ക്, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അള്ളാഹു മറുപടി കൊടുക്കുക, കദാലിക്, അങ്ങനെ തന്നെയാണ്. അതത്ക ആയാതുന, അതത്ക, അതാന്നറ വന്നു, അതത്ക ആയാതുന, നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നെത്തിയിരുന്നല്ലോ. പ്രവാചകൻ വന്ന് പറഞ്ഞു തന്നില്ലേ, ഓതി കേൾപ്പിച്ചിരുന്നല്ലോ. അതത്ക ആയാതുന, പിന്നെ എന്താ ചെയ്തത്? ഫനസീതഹ, എന്നിട്ട് നീ അതിനെ മറന്നു കളഞ്ഞല്ലോ. നസീതഹ, വിസ്മരിച്ച് കളഞ്ഞല്ലോ. ഫനസീതഹ, അവഗണിച്ച് കളഞ്ഞല്ലോ എന്നുള്ള അർത്ഥത്തിൽ അവിടെ നസിയ എന്ന് ഉപയോഗിച്ചാൽ, അല്ലാതെ മറന്നുപോയി എന്നുള്ള അർത്ഥത്തില്ല. ഫനസീതഹ വകദാലികൽ യൗമ തുൻസാ, അങ്ങനെ തന്നെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുകയാണ്. നിൻ്റെ കാര്യത്തിലും ഇങ്ങനെ മദീനാണ് വെച്ചത്. എന്താ ഈ പറയുന്നത്? പരലോകത്ത് അന്ധനായിട്ടാണ് ഖുർആനെ അവഗണിച്ച് തള്ളിയവർ ഒരുമിച്ച് കൂട്ടപ്പെടുക. പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് വിമുഖത കാണിച്ച് സ്വന്തം താന്തോന്നിയായി ജീവിച്ച ആളുകളെ അന്ധരായിട്ട് കൊണ്ടുവരും. ഇവരൊക്കെ ഈ ദുനിയാവിൽ നല്ല കാഴ്ചയുള്ളവരായിരുന്നു നാം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അള്ളാഹു പറയും, അതെ, ഈ ദുനിയാവിൽ നിൻ്റെ അടുത്ത് ഖുർആൻ ആയത്ത് വന്നപ്പോൾ നീ എന്തായി? അന്ധത നടിച്ചു. അതുകൊണ്ട് ഇവിടെ അന്ധനാണ് എന്നാണ് പറയുന്നത്. ഇത് പരലോകത്ത് വേറെയും കാഴ്ചകൾ, ഇത് ഇവരുടെ സത്യനിഷേധികളുടെ കാഴ്ചകൾ ഖുർആൻ സൂറത്ത് ഖാഫിൽ പറയുന്നത്,
വനുഫിഖ ഫിസ്സൂർ ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അതിൽ പറയുന്നത് എങ്ങനെയാണ്? നിൻ്റെ ഗിതാ മൂടിയൊക്കെ എടുത്തു കളയും കണ്ണിൻ്റെ. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിൻ്റെ കാഴ്ച ഭയങ്കര മൂർച്ചയുള്ളതാണ്, ഷാർപ്പ്, ഹദീദ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ കാഴ്ച മൂർച്ചയുള്ളതാന്ന് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, ഇവിടെ അന്ധനാണെന്നും പറയുന്നുണ്ട്. ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ നൽകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അതിലേറ്റവും പ്രസിദ്ധമായത് ഇത് 3 സന്ദർഭങ്ങളാണ് എന്ന് പറയുന്നു. ഒന്ന്, ആളുകളെ പുനരുത്ഥാന നാളിൽ എഴുന്നേൽപ്പിക്കുന്ന സന്ദർഭം. ആ എഴുന്നേൽപ്പിക്കുന്ന സന്ദർഭമാണ് കശഫ്നാ അൻക ഗിത്വാഅക ഫബസറുക്കൽ യൗമ ഹദീദ്. പരലോകത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഭയാനകതകളുണ്ടല്ലോ, അത് ശരിക്ക് കാണും. ആ ബസറുക്കൽ യൗമ ഹദീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണ് മുഹ്തിഈന എന്ന് പറയുന്നുണ്ട്. അത് സൂറത്ത് ഇബ്രാഹിം കാണാൻ പറ്റും. അവരെങ്ങനെ കണ്ണ് തുറിച്ചവരായിട്ട് കൊണ്ടുവരപ്പെടും. അത് പറയുന്നത് മഹ്ശറിലേക്ക്, വിചാരണയുടെ സഭയിലേക്ക് വരെ കൊണ്ടുവരികയാണ്. വീണ്ടും കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, കിതാബൻ യൽഖാഹു മൻഷൂറ, ഒരു കിതാബ് ഇവന് നൽകും, കർമ്മരേഖ. അതിൻ്റെ പ്രത്യേകത യൽഖാഹു, അവൻ കാണും അത്, മൻഷൂറ നിവർത്തപ്പെട്ടതായിട്ട്. മാത്രമല്ല ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഈ പുസ്തകം വായിക്കുക എന്നൊക്കെ പറയാൻ കാഴ്ച വേണമല്ലോ. കാഴ്ച ഇല്ലാത്തതിനോട് പറയില്ല, അപ്പോൾ കാഴ്ച ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കർമ്മരേഖ കൈമാറുമ്പോഴുള്ള കാഴ്ചയാണോ? പിന്നെ എപ്പോഴാണ് അവൻ അന്ധനാവുന്നത്? ഇതിനു ശേഷം പുനരുത്ഥാനം നടന്നു, വിചാരണാ സഭയിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് കർമ്മരേഖ കൈമാറിയതിന് ശേഷം ശിക്ഷ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്ധനാണിവൻ. പിന്നെ തപ്പിത്തടയുകയാണ്, എവിടേക്ക് പോകണം, എന്താ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിവൃത്തിയുമില്ല. അതാണ് നീ എന്നെ വിസ്മരിച്ചതുപോലെ ഇന്ന് ഞാൻ നിന്നെ വിസ്മരിക്കുന്നു എന്ന് പറയുന്നത്. ആലങ്കാരികമായൊരർത്ഥം ഇതിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ആളുകൾ പറയണം, വിശുദ്ധ ഖുർആൻ അവഗണിച്ച് തള്ളിയവർ ധാരാളമുണ്ട് ലോകത്ത്. അവരാണ് മേൽക്കൈയുള്ള ഒരു ലോകമാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. ആ ആളുകൾ പരലോകത്ത് വെച്ച് പറയും, ഞങ്ങൾ ഈ ദുനിയാവിൽ നല്ല ക്രാന്തദർശികളായിരുന്നല്ലോ, സൂക്ഷ്മദൃക്കുകളായിരുന്നു, പദാർത്ഥങ്ങളുടെ ഒക്കെ കൃത്യമായ ഘടന നിർവചിച്ചിട്ട് അതിലേറ്റവും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എല്ലാ സംഗതികളും കണ്ട് പലതരത്തിൽപ്പെട്ട സിദ്ധാന്തങ്ങൾ മെനഞ്ഞ ആളുകളാണ് ഞങ്ങൾ. ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ പലതരത്തിൽപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളും ജീവിത ദർശനങ്ങളും ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പലതരത്തിൽപ്പെട്ട കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. സൂക്ഷ്മദൃക്കുകളാണ്, ക്രാന്തദർശികളാണെന്നൊക്കെ ഞങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നത്. ഇതെന്താ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ലല്ലോ. ലോകത്ത് രക്ഷപ്പെടാൻ പല ജാതി ഓരോന്നിനും കഴിച്ചാലുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിൽപ്പെട്ട ടെക്നോളജി ഉപയോഗിച്ചിട്ട് അല്ലാതെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതാ ഈ അകപ്പെട്ടിരിക്കുന്ന ട്രാപ്പിൽ നിന്ന്, ഈ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്കൊരു വഴിയും ആവിഷ്കരിക്കാനാവുന്നില്ലല്ലോ. ഇതാണ് ചോദ്യം. എന്താ ഞങ്ങൾ കുന്തു ബസീറ ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മ, എന്തേ ഞങ്ങളെ നീ അന്ധനാക്കിയത്, കാഴ്ചയില്ലാതാക്കി കളഞ്ഞത്, കണ്ണുപൊട്ടനാക്കിയത്. വഖദ് കുന്തു ബസീറ, ഞാൻ നേരത്തെ ബസീർ, കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്ന് ആ സമയത്താണ് പറയുന്നത്. അപ്പോൾ അള്ളാഹു മറുപടി കൊടുത്തു, കദാലിക അതത്ക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസ. എന്താ സംഭവിച്ചത്? ഈ ഭൂമിയിൽ എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ്റെ നേരെ നീ അന്ധത നടിച്ചത്, അതുപോലെ ഇന്ന് നീ വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. നീ എങ്ങനെയാണോ ഖുർആൻ്റെ ആയത്തുകളെ മറന്നു കളഞ്ഞത്, അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് തള്ളിയത്, അതുപോലെ ഇന്ന് ഇവിടെ നീ അവഗണിക്കപ്പെടുകയാണ് എന്ന് അവനോട് പറയും. വകദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ. ഇപ്രകാരം നജ്സി മൻ അസ്റഫ, ജസാ പ്രതിഫലം കൊടുക്കുകയാണ്. നജ്സി നാം പ്രതിഫലം നൽകും, മൻ അസ്റഫ, ആർക്ക്? അസ്റഫ എന്ന് പറഞ്ഞാൽ അതിരുകവിഞ്ഞു. ഇസ്രാഫ് അല്ലേ, ലാ തുസ്രിഫു പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാതെ പരിധി വിടരുത്.
ധൂർത്തടിക്കരുത്. ഇസ്രാഫിന് ധൂർത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പരിധിയിൽ കവിഞ്ഞ് ചെയ്യുക. എന്നാൽ നോക്ക്, കദാലിക നജ്സി മൻ അസ്റഫ, ആരാണോ പരിധി വിടുന്നത്, അതിക്രമകാരിയായി മാറുന്നത്, അവർക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം കൊടുക്കുക. അതുമാത്രമല്ല, വലം യുമിൻ ബി ആയാതി റബ്ബിഹി, മൻ അസ്റഫ എന്ന് മാത്രം പറഞ്ഞു നിർത്തുകയല്ല, വലം യുമിൻ ബി ആയാതി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ആയത്തുകളെ വിശ്വസിക്കുകയും ചെയ്യാത്തവനാരോ അവർക്ക് ഇങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുക. ആദ്യം പറഞ്ഞത് അഅറള അൻ ദിക്രി, എൻ്റെ ദിക്റിൽ നിന്ന്, എൻ്റെ ഉത്ബോധനത്തെ അവഗണിച്ച് തള്ളിയവൻ. അതിൻ്റെ മറ്റൊരു രൂപമാണ് അസ്റഫ. അങ്ങനെ അവഗണിച്ചാൽ സ്വാഭാവികമായിട്ട് ആൾക്ക് ഒന്നിനും ഒരു ബൗണ്ടറി ഉണ്ടാവില്ല, ലിമിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, പുതിയ കാലത്തെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഒരു ലിമിറ്റും ഇല്ലല്ലോ. എങ്ങനെയാവാന്ന് ഓരോ ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്. എൽ, ബി, ജി, ടി, ക്യൂ എന്തൊക്കെയാണൊക്കെ ഒരതിരുമില്ല, ഒന്നുമില്ല, ഒരു പരിധിയും ബാധകമല്ല. എന്തൊക്കെയാണോ ഇനിയും അതിൽ പ്ലസ് നിട്ടാൽ ഇനിയും എന്തൊക്കെയാണോ ഉള്ളത് ആ കോലത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് വരാം. എല്ലാവർക്കും അസ്റഫ വലം യുമിൻ ബി ആയാതി റബ്ബിഹി, റബ്ബിൻ്റെ ആയത്തുകളിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. ആയത്തുകളെ ഖുർആനിലെ ആയത്തുകളാവാം, പ്രപഞ്ചത്തിലെ ആയത്തുകളാവാം, അതിലൊന്നും വിശ്വാസവുമില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കുക. കദാലിക നജ്സി മൻ അസ്റഫ. അത് ഏതാ? രണ്ട് പ്രതിഫലം പറഞ്ഞു. ഒന്ന് മഈശത്തൽ ലങ്ക എന്ന് പറഞ്ഞ ദുനിയാവിൽ, രണ്ട് നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അന്ത്യനാളിൽ വരാൻ പോകുന്ന അന്ധതയുമാണ്. വല അദാബുൽ ആഖിറതി അശദ്ദു വ അബ്ഖാ. ഒരു കാര്യം ഓർത്തോളണം, വല അദാബുൽ ആഖിറ, പരലോകത്തെ ശിക്ഷ ഉണ്ടല്ലോ, അശദ്ദു വ അബ്ഖാ, ഏറ്റവും കടുത്തതാണ്. അശദ്ദു ഷദീദ്, അശദ് ഏറ്റവും കടുത്തതാണ്. വ അബ്ഖാ വിട്ടുമാറാത്തതാണ്, എന്നെന്നും നിൽക്കുന്നതാണ്, ശിക്ഷ ഒഴിവാവൂല. പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. സാധാരണഗതിയിൽ ദുനിയാവിൽ പലതരത്തിൽപ്പെട്ട ശിക്ഷകൾ ഉണ്ട്. ഈ ആൾക്കാർ തന്നെ, ഈ ക്രാന്തദർശികളായ ആളുകൾ തന്നെ മനുഷ്യരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. മാരകമായ രൂപത്തിൽ ആളുകൾ അങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ സംവിധാനം, എങ്ങനെയായാലും കൊല്ലാന്നേ അവസാനം ഉണ്ടാവുള്ളൂ. അള്ളാഹു പറയാ, വല അദാബുൽ ആഖിറതി അശദ്ദു വ അബ്ഖാ. ഈ ദുനിയാവിൽ ഒന്നുമല്ല അള്ളാഹു വലാ യൂസിഖു വസാഖഹു അഹദ് വലാ യുഅദ്ദിബു അദാബഹു അഹദ്. അള്ളാഹു പറയുന്നുണ്ട്, അവൻ ശിക്ഷിക്കുന്നത് പോലെ ഒരാളും അന്ന് ശിക്ഷിക്കുകയില്ല, അവൻ ബന്ധിക്കുന്നത് പോലെ ഒരാൾക്കും ബന്ധിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയാണ്, വല അദാബുൽ ആഖിറതി അശദ്ദു വ അബ്ഖാ. അന്ത്യനാളിലെ പരലോകത്തെ ശിക്ഷ എന്ന് പറയുന്നത് അശദ് ഏറ്റവും കഠിനമാണത്. വ അബ്ഖാ വിട്ടുമാറാത്തതാണ്, കഴിയൂല, മരണമില്ല. ഇവിടെ ശിക്ഷ കിട്ടി എന്തായാലും അയാൾ മരിക്കും, എത്ര കാലാണെങ്കിലും. അബ്ഖാ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. പടച്ചറബ് പറയുന്ന ശിക്ഷ ഉണ്ടല്ലോ, അതിലൊരാൾക്കും മരണം ഉണ്ടാവില്ല, എന്നെന്നും ആ ശിക്ഷ ഇങ്ങനെ നിരന്തരമായിട്ട് അനുഭവിക്കുക. വശദ്ദു വ അബ്ഖാ. അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഉലിന്നുഹാ. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. അവലം യഹ്ദി ലഹും, അവർക്ക് മാർഗദർശകമായിട്ട് പോരെ, അല്ലെങ്കിൽ മാർഗം കാണിക്കുന്നില്ലേ? അഫലം യഹ്ദി ലഹും, ഹദാ യഹ്ദി എന്ന് പറഞ്ഞാൽ മാർഗം കാണിക്കുക. അഫലം യഹ്ദി ലഹും, അവർക്ക് സന്മാർഗദർശനത്തിന് പോരെ എന്ത്? കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, അവർക്ക് മുമ്പ് ഖബ്ലഹും കം അഹ്ലക്നാ മിനൽ ഖുറൂനി. കം അഹ്ലക്ന, എത്രയാണ് നാം നശിപ്പിച്ചത്, മിനൽ ഖുറൂൻ, തലമുറകളെ. അള്ളാഹു പറയാണ്, മക്കയിലെ മുശ്രിക്കുകളുണ്ട് അവിടെ, അവർ പ്രവാചകനെ നിരന്തരമായി തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഖുർആനെ വിസമ്മതിക്കുകയാണ്, സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. അവരോട് ചോദിക്കുകയാണ്, അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി, ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത് എന്നത് അവർക്ക് പോരെ സന്മാർഗദർശനമായിട്ട്? ആ യംശൂന ഫീ മസാകിനിഹിം, ഇവരൊക്കെ നടന്നു പോകുന്നത് അവരുടെ പാർപ്പിടങ്ങൾക്കരികിലൂടെയാണ്. ഫി മസാകിനിഹിം മസ്കൻ, അവർ താമസിച്ച ഇടങ്ങളിലൂടെയാണ് ഇവർ പോകുന്നത്.
ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഉലിന്നുഹാ, തീർച്ചയായിട്ടും അതിലൊക്കെ ലിഉലിന്നുഹ, ബുദ്ധിയുള്ള ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക് ധാരാളം പാഠങ്ങളുണ്ടെന്ന്. മുമ്പ് കഴിഞ്ഞു പോയ കുറേ ചരിത്രങ്ങൾ നമുക്കറിയാം. നമ്മൾ പഠിക്കുന്നുണ്ട് ചരിത്രത്തിൽ പലതരത്തിൽപ്പെട്ട സിവിലൈസേഷൻ, സംസ്കാരങ്ങൾ, മണ്ണടിഞ്ഞു പോയ സംസ്കാരങ്ങൾ. അത് ലോകത്തെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും മികച്ച സംസ്കൃതികളാണ്, ഏറ്റവും മികച്ച സംസ്കാരങ്ങളാണ്. അതിൽ നമ്മൾ പറയുന്ന സമയത്ത് നദീതട സംസ്കാരങ്ങൾ വരുന്നുണ്ട്, റിവർ വാലി സിവിലൈസേഷൻസ്. ആ നദീതട സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഡസ് വാലി അല്ലേ, നമുക്കറിയാം. സിന്ധു നദീതട സംസ്കാരം പറയുന്നുണ്ട്. ഈജിപ്തിലുണ്ടായിരുന്ന നൈൽ നദിയുടെ തീരത്തുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിലുണ്ടായിരുന്ന മെസപ്പട്ടോമിയൻ സംസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ചൈനയിലുണ്ടായിരുന്ന സംസ്കാരത്തെ സംബന്ധിച്ച് ഒക്കെ നമ്പർ 1 പഠിച്ചു നോക്കേണ്ടി നിങ്ങൾ. ചില കാര്യമൊന്നും ഇപ്പോഴും അതേപോലെ അതിനോട് കിടപിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരുണ്ടാക്കിയ ഡ്രെയിനേജ് സിസ്റ്റം, അവരുടെ ഗംഭീരമായ എടുപ്പുകളില്ലേ, പിരമിഡൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിയില്ല, അത്രക്കും മഹത്തരമായ ഇതൊക്കെ അവർ കാണുന്നില്ല. നാം അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊട്ട് മുന്നിൽ അവർ നടന്നു പോകുന്ന വഴികളിലുണ്ട് ആദിൻ്റെയും സമൂദിൻ്റെയും. അത് വേറെയാണ്, മരുഭൂമിയിലാണ് അവർ. ആദ് സമൂദ് 2 ഗോത്രങ്ങൾ. ഖൗമു ഹൂദ് അല്ലേ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദ് ജനത, സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂദ് ജനത. അവർക്കൊക്കെ എന്താ പറ്റി? നിങ്ങൾ അതിൻ്റെ അടുത്തൂടെ അല്ലേ പോകുന്നത്? നമ്മൾ എങ്ങനെയാണോ പിരമിഡിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത്, അതുപോലെയാണ് ആദ് വർഗമുണ്ടാക്കിയ ഗംഭീരമായ ഭവനങ്ങൾ. ഇറമ ദാത്തിൽ ഇമാദ് എന്നാണ് അവരെ പറ്റി പറയുന്നത്, ആദിനെ പറ്റിയിട്ട്. വലിയ തൂണുകൾ, വമ്പൻ തൂണുകൾ. ആ തൂണുകൾ, പാറയിൽ തൂണുകൾ ഉണ്ടാക്കുക, ആ തൂണുകളിൽ വീടുണ്ടാക്കുക. അങ്ങനെയുള്ള ഇറമ ദാത്തിൽ ഇമാദ്. സാലിഹ് നബിയുടെ ജനത സമൂദ് ഗോത്രം, പാറകൾ തുരന്ന് ഗംഭീരമായ വീടുകൾ. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അതാണ് അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഉലിന്നുഹാ. അതിലൂടെയല്ലേ ഇവരുടെ സഞ്ചാരം. അറബികൾ സഞ്ചാരികളാണ്, ധാരാളമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. വെറുതെ പോവല്ല, ടൂർ പോവല്ല. അവർ അവരുടെ ജീവിത ആയോധനത്തിന് വേണ്ടി പോവുക. കച്ചവടമാണ് അവരുടെ രീതി. ആ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ട്രേഡേഴ്സാണ് അവർ. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളുള്ള ആളുകളാണ് അവർ. ചില സന്ദർഭങ്ങളിൽ ആ മക്കയുടെ വടക്ക് ഭാഗത്തേക്ക് പോവും, സിറിയയുടെ ഭാഗത്തേക്ക്. ചിലപ്പോൾ അവർ തെക്ക് ഭാഗത്തെ യമൻ്റെ ഭാഗത്തേക്ക് പോവും. അതുപോലെ പല പടിഞ്ഞാറ് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും ഒക്കെ നിരന്തരമായി കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവരാണ്. അവർ പോകുന്ന വഴിക്കാണിത്. യംശൂന ഫീ മസാകിനിഹിം. ഈ നശിപ്പിക്കപ്പെട്ട ജനതയുടെ പാർപ്പിടങ്ങളിലൂടെയാണല്ലോ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, വബിഇരിം മുഅത്വല, ഉപയോഗശൂന്യമായ കിണറുകൾ അവർക്ക് അവിടെ കാണാൻ പറ്റുന്നില്ലേ? അവിടെ നശിച്ചു പോയ കുറേ സ്മാരകങ്ങൾ അവർ കാണുന്നില്ലേ? എന്താ ചിന്തിക്കാത്തത്? ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഖുർആൻ കഥ പറഞ്ഞു കൊടുക്കേണ്ടി ഇവർക്ക്. സാധാരണഗതിയിൽ ചരിത്രത്തെ പല രൂപത്തിൽ വായിക്കാൻ പറ്റും. ചിലപ്പോൾ അത് ഒരു സംസ്കാരം. അതാണ് ഇവർ നേരത്തെ കണ്ണില്ല കാതില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരം സംബന്ധിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ പഠിക്കും, ഖുർആൻ പറയുന്ന ചരിത്രവും ഭൗതിക ചരിത്രവും വ്യത്യാസം ഉണ്ടാവും. ഖുർആൻ എവിടെയെന്നറിയോ? ഇവരുടെ പിരമിഡിന് എത്ര ഹൈറ്റ് ഉണ്ട്, ആരാണ് ഇന്ന ഈ പിരമിഡ് ഉണ്ടാക്കിയതൊന്നും അല്ല പ്രശ്നം ഉണ്ടാവുക. ഖുർആൻ പറയുക, ഇത്ര മഹാന്മാരായ ഒരു വിഭാഗത്തിന് ഈ നാശത്തിനുള്ള കാരണം എന്തായിരുന്നു, അതാ പറയാം. അവരെന്താ സംഭവിച്ചത്, അവരുടെ ജീവിതം എന്തായി, അവരുടെ സോഷ്യൽ ലൈഫിൽ സംഭവിച്ച ചേഞ്ചസ് എന്തൊക്കെയാണ്, അവരെന്താണ് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഭവം. അതാണ് അടിസ്ഥാന കാരണം ആ സമൂഹം തകരാൻ. നമ്മളൊരു പക്ഷേ പറയും അവരൊരു പ്രകൃതി വിപത്ത് കൊണ്ട് തകർന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ ആക്രമണത്തിൽ തകർന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ല, പടച്ചറബ് നിയോഗിക്കുകയാണ്. വിദേശ ആക്രമണകാരികളെ നിയോഗിക്കും. ചിലപ്പം പ്രകൃതി ദുരന്തം അള്ളാഹു അയക്കുക ചെയ്യുക. എപ്പോഴാണ് അയക്കുക? അവർക്ക് നല്ല കഴിവുള്ളപ്പോഴേ തന്നെ അയക്കുക. കാരണം അവരുടെ അടുത്ത് അവർക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളെ സംബന്ധിച്ച്, അതിർവരമ്പുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരയക്കും അള്ളാഹു. അങ്ങനെ വന്ന പ്രവാചകനാണ് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമും ഹൂദ് അലൈഹി സ്വലാമും ഒക്കെ. അവർ നിരന്തരം അവരോട് പറഞ്ഞു, പക്ഷേ ചെവിക്കൊണ്ടില്ല. അപ്പോഴാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. ലൂത്തിൻ്റെ ജനത, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇതൊക്കെ അവരുടെ കൺമുമ്പിലുണ്ട്. അവർ പോകുന്ന വഴികളിലുണ്ട്. അവരെ കൊണ്ട് നോക്കിയിട്ട് ഇതൊക്കെ പോരെ? അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം.
അവരുടെ വീടുകളിലൂടെ, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൂടെ നടന്നു പോകുന്ന ഈ ഒരു എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചതെന്ന് ഇവർക്ക് സന്മാർഗദർശനം അത് പോരെ? തീർച്ചയായിട്ടും ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഉലിന്നുഹ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു നോക്കുന്നു. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലകാന ലിസാമൻ വഅജലും മുസമ്മാ എന്നിട്ട് പറയാണ് വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക്. അപ്പോൾ ഇത് കാണുമ്പോൾ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ചോദിക്കുക, അങ്ങനെയാണ് ഞങ്ങൾ എന്താ നശിപ്പിക്കാത്തത്? ഞങ്ങൾ ഇത് വെല്ലുവിളിക്കാൻ തുടങ്ങിയില്ല ഇവിടെ? നീ പറയുന്നുണ്ട് ഇവിടെ തൊട്ട് മുമ്പുള്ള സമൂഹത്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ ധിക്കാരം കാരണമായിട്ട്. പടച്ചറബിനെ വെല്ലുവിളിച്ചപ്പോൾ അവരൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് നീ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ എന്താ നശിപ്പിക്കാത്തത്? അതാണ് അവർ പല സ്ഥലങ്ങളിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവർ യസ്തഅ്ജിലൂനക, അവരിങ്ങനെ തിരക്കൂട്ടുകയാണ് അല്ലേ? ഷർറസ്തിഅ്ജാലഹും ബിൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഹൈറിന് വേണ്ടി തിരക്കൂട്ടുന്ന പോലെ ഷെറിന് വരെ തിരക്കൂട്ടും. ഞങ്ങളെ നശിപ്പിക്കാത്തത് അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ? വിഡ്ഢികളല്ലാതെ. ഞങ്ങളെ നശിപ്പിക്കാത്തത് എന്താണ് നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക. അതിന് മറുപടി അള്ളാഹു കൊടുക്കുകയാണ്, വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലകാന ലിസാമൻ വഅജലും മുസമ്മാ. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക, വലൗല ഇല്ലായിരുന്നുവെങ്കിൽ, എന്തില്ലായിരുന്നുവെങ്കിൽ, കലിമത്തുൻ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വചനം. എങ്ങനെ? സബഖത് മിർ റബ്ബിക, നിൻ്റെ റബ്ബിങ്കിൽ നിന്ന് നേരത്തെ തന്നെ ഉള്ള ഒരു വചനമില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്യം, ഒരു പ്രഖ്യാപനം ഇല്ലായിരുന്നുവെങ്കിൽ. അതുമാത്രമല്ല, പ്രഖ്യാപനം മാത്രമല്ല, വ അജലുൻ മുസമ്മ, അതിന് ശേഷം ലക്കാന ലിസാമ എന്ന് പറയാം. വ അജലുൻ മുസമ്മ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട നിർണിതമായ ഒരു അവധിയും ഇല്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ. ഈ ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ നാശം അത് എന്നോ സംഭവിച്ചേനെ, അല്ലെങ്കിൽ അത് നിർബന്ധമായി അനിവാര്യമായി തീർന്നേനേ. എന്താ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകളുടെ ചോദ്യതാണ്, എന്തുകൊണ്ടാണ് ആദിനെ നശിപ്പിച്ചു, ഫിറഔനെ നശിപ്പിച്ചു, സമൂദിനെ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെന്താ നശിപ്പിക്കാത്തത്? ഞങ്ങൾ പരസ്യമായിട്ട് ഇത് ധിക്കരിക്കുന്നില്ലേ? നിന്നെ അള്ളാഹുവിന് വെല്ലുവിളിക്കുന്നില്ലേ? മരണാനന്തരം ഇത് തള്ളിപ്പറയും. ഞങ്ങളെന്താ നശിപ്പിക്കാത്തത്? തിരക്കൂട്ട് ആകെ 23 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രബോധനം ചെയ്തുള്ളൂ. മക്കയിലാകെ 10-13 കൊല്ലം. അങ്ങനെ ആ വർഷം അതിനുള്ളിൽ തന്നെ വരെ തിരക്കൂട്ടല. അള്ളാഹു പറയാണ്, അത് നിങ്ങൾ തിരക്കൂട്ടും പോലല്ല, പടച്ചറബ് ഒരു നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, നിൻ്റെ റബ്ബിങ്കിൽ എന്നുള്ള ഒരു വചനം നേരത്തെ ഉണ്ട്. അതെന്താ വചനം എന്ന് വെച്ചാൽ നമ്മളോട് പറയുന്നില്ല, അത് ഈ സമൂഹത്തെ നശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പടച്ചറബാണ് ഇത് ആരെയാണ് നശിപ്പിക്കേണ്ടത്, എപ്പോഴാണ് നശിപ്പിക്കേണ്ടത്, എങ്ങനെ നശിപ്പിക്കണം നമ്മൾ പറയുന്നതിനനുസരിച്ചല്ല. നമ്മൾ പറയും ചിലപ്പോൾ ഇവരെ കൊടുങ്കാറ്റയച്ച് നശിപ്പിക്കുക, ഇവരെ ഭൂമി കുലുക്കം കൊണ്ട് നശിപ്പിക്കുക, ഇവരെ സുനാമി അയച്ച് നശിപ്പിക്കുക, ഇതൊക്കെ നമ്മളാട് വിചാരിച്ചിട്ട് കാര്യമില്ല. പടച്ചറബിൻ്റെ അടുത്തുണ്ട്. വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, നിൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു വാക്യം, ഒരു വചനം അത് നേരത്തെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ. അതുപോലെ തന്നെ വ അജലുൻ മുസമ്മ, നിർണയിതമായൊരു അവധിയുണ്ട് ഇവർക്ക്, ഒരു ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പ് അത് സംഭവിക്കൂല. അതില്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ. ലിസാം ലാസിം നമ്മൾ പറയൂലേ, നിർബന്ധമായിട്ടും സംഭവിക്കുന്നത്, അനിവാര്യമായിട്ടും ഉണ്ടാവുന്നത്, അതുണ്ടായിത്തീരുക തന്നെ ലക്കാന ലിസാമ, അത് നിർബന്ധമായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഏത്? നാശം. ഒന്ന് ആലോചിച്ച് നോക്ക്, മക്കയിൽ ഇവർ പറയുമ്പോൾ തന്നെ അള്ളാഹു ആ സമൂഹത്തെ ഒന്നായിട്ട് നശിപ്പിച്ചിരുന്നെങ്കിൽ, റസൂലിനെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൾ, 10-13 വർഷം നിരന്തരമായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം അദ്ദേഹം അവിടുന്ന് പോരുന്നുണ്ട്. ആ പോരുന്ന സമയത്ത് ഇവരെങ്ങാട്ട് നശിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൾ, 8 വർഷം കഴിഞ്ഞ് മദീനയിൽ എത്തിയിട്ട് 8 വർഷം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചെല്ലുന്നുണ്ട്, തിരിച്ച് ചെല്ലുന്നുണ്ട്. മക്ക വിജയം, ഫത്ഹ് മക്ക. പിന്നെ അവിടെ ഒറ്റ മുശ്രിക്കുമില്ല, മുഴുവൻ ആളുകൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് മാത്രമല്ല, പിന്നീടുള്ള ഇസ്ലാമിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച മഹാന്മാരായ ആളുകൾ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒന്നെങ്ങാനും ഇവരെങ്ങാനും അന്നാടെ നശിപ്പിച്ചു വരുന്നെങ്കിലോ? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അങ്ങ് തിരക്കൂട്ടരുത്. നമ്മളിപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, മഹാഫാഷിസത്തിൻ്റെ വക്താക്കൾ, കൊടിയ ആളുകൾ, ഈ ചങ്ങാതിമാരൊന്ന് നശിച്ചിരുന്നെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ. തിരക്കൂട്ടരുത്. പടച്ചറബ് ഒരു പക്ഷേ വേറൊന്ന് കണ്ടുവച്ച്, അതാണ് വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക് ലകാന ലിസാമൻ വ അജലുൻ മുസമ്മ. അള്ളാഹു അങ്ങനെ ആ സമൂഹത്തെ നശിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ പല ആളുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൻ്റെ. കിട്ടുമായിരുന്നില്ലല്ലോ.
അന്ന് നശിപ്പിച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് വച്ചിരിക്കുകയാണ്, വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു വാക്ക്, ഒരു വചനം നേരത്തെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ, ഇത് നേരത്തെ തന്നെ അല്ലെങ്കിൽ സംഭവിക്കൽ അനിവാര്യമാകുമായിരുന്നു. വ അജലുൻ മുസമ്മ, നിശ്ചിതമായ ഒരു അവധിയും നേരത്തെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ. അള്ളാഹു വെച്ചൊരവധിയുണ്ട്, ആ അവധിക്കേ നശിക്കുള്ളൂ. അതില്ലായിരുന്നുവെങ്കിൽ ഇത് എപ്പോഴേ സംഭവിച്ചേനെ എന്നാണ് അവിടെ പറയുന്നത്. 129 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഇന്നെടുത്ത ഭാഗത്തുള്ള ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനെ അവഗണിച്ചാൽ അയാൾക്ക് ഈ ദുനിയാവിലുണ്ടാവുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് വമ്പിച്ച കുടുസായ ജീവിതമായിരിക്കുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന വിശാലതയാണ് മറുവശത്തുള്ളത്. വിശാലതയാണ് സമാധാനത്തിൻ്റെ, മനസ്സമാധാനത്തിൻ്റെ, ശാന്തിയുടെ സ്രോതസ് എന്ന് പറയുന്ന ഖുർആനാണ്. അതാണ് അള്ളാഹു പറയുന്നത്, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്നത്. വമൻ അഅറള അൻ ദിക്രി എന്ന് പറഞ്ഞല്ലോ, എൻ്റെ ദിക്റിൽ നിന്ന് ആരാണോ വിമുഖരാവുന്നത്. എന്നാൽ അള്ളാഹു അതേപോലെ തന്നെ പറയാണ്, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി വേണോ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ആ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നമസ്കാരമുണ്ട്, ദിക്റാണ് നമസ്കാരം. വിശുദ്ധ ഖുർആനുണ്ട്, അത് ദിക്റാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ പുതിയ കാലത്ത് ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അങ്ങേയറ്റം വേദന കൊണ്ട് പുളയുന്ന, അവർക്ക് അനസ്തേഷ്യ കൊടുക്കാനൊന്നും സംവിധാനം ഇല്ലാത്ത രൂപത്തിലാണ് എല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പച്ചക്ക് സർജറി ചെയ്യുമ്പോൾ ആ വേദന ശമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്നറിയോ? ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുക. നമ്മൾ യുദ്ധത്തിൽ ചില സഹാബികൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയാൽ അവരുടെ ശരീരത്തിൽ തറച്ച അമ്പുകൾ പറിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ചൊല്ലിക്കേൾപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ തനിയാവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ വേദന കൊണ്ട് പുളയുന്ന, വാവിട്ട് കരയുന്ന കുട്ടികൾക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ കരച്ചിൽ അവസാനിപ്പിക്കുന്നത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പ്രത്യേകത ഷിഫാ ഉൻ, അത് ശമനമാണ്, ശാന്തിയാണ്, മനസ്സമാധാനമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, നിരന്തരമായി പാരായണം ചെയ്യണം, നിരന്തരമായി പഠിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്, മനസ്സിന് സമാധാനം നൽകുന്ന ഒന്നാണ്. അതിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ സമാധാനം നൽകാൻ കഴിയൂ എന്നാണ് പറയുന്ന ഒരു കാര്യം. രണ്ടാമത് ഇതിൽ പറഞ്ഞത്, അതിനെ അവഗണിച്ച് തള്ളിയ ആളുകൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അന്ധരായിട്ട് ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഖുർആൻ ലഭിച്ച് അതിനോട് കാണിച്ച അന്ധതയുണ്ടല്ലോ, ആ അന്ധതയാണ് ഇന്ന് ഇവിടെ നിന്നെ അന്ധനാക്കിയതെന്ന് പറയുന്നു. 2, ഇവർക്കൊക്കെ മാതൃകയായിക്കൊണ്ട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മുൻകഴിഞ്ഞ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സംസ്കാരങ്ങളുടെ നാശത്തിൻ്റെ കഥ കൂടി അതിലേക്ക് കൂടി അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ശാന്തിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ 21-ാം തീയതി ശനിയാഴ്ച നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെയൊക്കെ മക്കളുടെ കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. കുട്ടികൾ നമസ്കരിക്കുന്നില്ല, അതുപോലെ തന്നെ കുട്ടികളുടെ പുതിയ സ്വഭാവ രീതികൾ, പെരുമാറ്റങ്ങളൊക്കെ തന്നെ ദീനിനനുസരിച്ചുള്ള രൂപത്തിലല്ല എന്നുള്ള ഒരു വലിയ ആശങ്ക രക്ഷിതാക്കളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. മദ്രസയിലൊക്കെ നമ്മൾ വിടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് നമസ്കാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്, നമസ്കാരത്തിലൂടെ പ്രയോജനം ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത്, അതുപോലെ വിശ്വസിക്കുന്ന അള്ളാഹു, നമ്മളൊക്കെ റബ്ബിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു ആരാണ്, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്താണ്, അവനോട് ശുക്ർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, പ്രവാചകൻ ആരാണ്, അതുപോലെ നമുക്ക് നിരന്തരമായി ജീവിതത്തിൽ ദിക്റുകളും ദുആകളും ഒക്കെ പാലിക്കേണ്ടതിൻ്റെ, പകർത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പറയുന്ന ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. ഒറ്റ ദിവസമാണ് ഈ ശനിയാഴ്ച, രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ വെച്ചിട്ട് തന്നെ നടക്കുക. അപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയമാണ്. പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ആഴ്ച ക്ലാസ്സോടുകൂടെ നമ്മൾ സൂറത്ത് ത്വാഹ അവസാനിക്കും. തുടർന്ന് നമുക്ക് അടുത്ത സൂറത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
പിന്നെ വർഷങ്ങളായി നമ്മൾ ആരംഭിച്ച ഒരു സംഗതിയാണിത്. ഖുർആൻ 2 വർഷത്തിൽ അധികമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് നേരത്തെ ഉള്ള സ്ഥലത്തുനിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറ്റി അൽഹംദുലില്ലാ ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥലം നമുക്കായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ദൈനംദിന മുന്നോട്ട് പോക്കിന് സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾ ഗ്രൂപ്പിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല രൂപത്തിൽ പ്രതികരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പടച്ചറബിൻ്റെ വഴിയിൽ ഈ ഖുർആൻ്റെ സന്ദേശം എത്രയോ ആളുകൾ കേൾക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലരും നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ കമൻറ്റുകളായിട്ട് നമുക്ക് അറിയിച്ചു തരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും പ്രതിഫലം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദൗത്യം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ തുടർന്നു പോകാൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഇതിനു വേണ്ടിയിട്ട് പല രൂപത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായിട്ടും വൈജ്ഞാനികമായും സാങ്കേതികമായും ഒക്കെ സഹകരിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിക്കുവാൻ പടച്ചറബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ അല്ലാ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കുറേ ആളുകളൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പടച്ചറബേ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ അല്ലാ. പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞങ്ങളുടെ അവധി എന്നറിയുന്നില്ല. റഹ്മാൻ റബ്ബേ, നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, അവരിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കളൊക്കെ ഉണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാ. ഈ ദുനിയാവിൽ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ അല്ലാ. അള്ളാഹുവെ, നിൻ്റെ അദാബ് താങ്ങാൻ കഴിയില്ല. റഹ്മാൻ റബ്ബേ, അദാബുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരണം വരിക്കുവാൻ, സ്വാലിഹുകളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. ദീനിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അതിക്രമകാരികളായ, അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് സ്വതന്ത്രമായ തങ്ങൾ ജനിച്ച മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫലസ്തീനിൽ. റഹ്മാൻ റബ്ബേ,